നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു തത്സമയ സംപ്രേഷണത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വെണ്ടാറാണുള്ളത്. വെണ്ടാർ തൈപ്പൂയ മഹോത്സവം ഇന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാവടി ഘോഷയാത്ര, അതായത് വേല് കുത്തുന്നതിന് മുമ്പുള്ള ഘോഷയാത്ര ഇപ്പോൾ വെണ്ടാർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്ന് മനക്കരക്കാവിലേക്ക്, വെണ്ടാർ മനക്കരക്കാവിലേക്ക് ആരംഭിക്കുകയാണ്. വെണ്ടാർ മനക്കരക്കാവിൽ ഈ ഒരു ഘോഷയാത്ര എത്തിച്ചേർന്ന് അവിടെ നിന്നും വേല് കുത്തിയതിന് ശേഷം മാത്രമായിരിക്കും തിരികെ ഈ വെണ്ടാർ മുരുക ക്ഷേത്രത്തിലേക്ക് എത്തുക. അപ്പം ഈ കരയുടെ രണ്ട് ഭാഗത്തുനിന്നുള്ള കാവടി ഘോഷയാത്ര, അതുപോലെ തന്നെ നിറകുടവുമായിട്ടുള്ള ഘോഷയാത്രയാണ് ഇപ്പോൾ വെണ്ടാർ ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതോടെ എത്തിച്ചേർന്ന് ഉടൻ തന്നെ ഈ ഒരു പൂർണ്ണകുംഭ ഘോഷയാത്രയോടെ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ഇവിടെ നിന്നുള്ള മുഴുവൻ ഭക്തജനങ്ങളും വെണ്ടാർ മനക്കരക്കാവ് ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും. അവിടെ നിന്നും വേല് കുത്തിയതിന് ശേഷം ഈ മുഴുവൻ വ്രതമെടുത്ത സ്വാമിമാരും വേല് കുത്തിയതിന് ശേഷം തിരികെ ഈ സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും. വരുന്ന വഴിയുള്ള എല്ലാ ക്ഷേത്രങ്ങളും ദർശനം നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ മുരുക ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക. ഏകദേശം 1 മണിയോടുകൂടിയായിരിക്കും തിരികെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക. അതിനു മുമ്പ് വേല് കുത്തുന്നതിന് വേണ്ടി ഈ വെണ്ടാർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും മനക്കരക്കാവിലേക്ക് പോകുന്ന ആ ഒരു വ്രതമെടുത്ത സ്വാമിമാരുടെ സംഘത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുത്തൂർ ന്യൂസ് മീഡിയയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെണ്ടാറിൽ നിന്നുമാണ് ഇപ്പോൾ തത്സമയം നമ്മൾ നിങ്ങളിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാവടി ധരിച്ച സംഘങ്ങളുടെ ഘോഷയാത്ര ഇപ്പോൾ മനക്കരക്കാവിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ വെണ്ടാർ ദേവീക്ഷേത്ര സന്നിധി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെണ്ടാർ തൈപ്പൂയത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെണ്ടാർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള കാവടി ഘോഷയാത്ര ഇപ്പോൾ വെണ്ടാർ മനക്കരക്കാവിലേക്ക് പുറപ്പെട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് തത്സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ക്ഷേത്ര സന്നിധിയിൽ വെണ്ടാറും പരിസരവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അത്യപൂർവമായുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെണ്ടാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അതിവിശിഷ്ടവും അതിപ്രധാനവുമായ സ്വർണ്ണ കാവടിയാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വെണ്ടാർ ക്ഷേത്രത്തിലെ സ്വർണ്ണ കാവടിയാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതത്തോടുകൂടി ഈ ഒരു കാവടി ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാവടി ഘോഷയാത്രയെല്ലാം ഈ മനക്കരക്കാവ് ക്ഷേത്രത്തിൽ 1 മണിയോടുകൂടിയായിരിക്കും തിരികെ ക്ഷേത്ര നമ്മൾ ഈ ഒരു ഘോഷയാത്രയുടെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം ഇട്ടതിന് ശേഷം തിരികെ വരുന്ന ആ ഒരു ഘോഷയാത്രയുടെ ഭാഗങ്ങളും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. എല്ലാ ഭക്തജനങ്ങളും അടുത്ത ലൈവ് വരെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ ഒരു ഘോഷയാത്ര ഇപ്പോൾ മനക്കരക്കാവ് ക്ഷേത്ര സന്നിധിയിലേക്കാണ് യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ തൈപ്പൂയ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും കാവടി ഘോഷയാത്രയിലും വേല് കുത്തുന്നതിനുമൊക്കെയായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള
ദേശത്താകമാനം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ആചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആചാരഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കാവടി വേൽ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാവടി വേല് ഇപ്പോൾ കയ്യിൽ ധരിച്ചുകൊണ്ട് പോകുന്ന മുഴുവൻ ഭക്തജനങ്ങളും തിരികെ വരുമ്പോൾ കാവടി കുത്തിയായിരിക്കും ഇത്തരത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുക. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രതനിഷ്ഠയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പരമപ്രധാനവും പുണ്യവുമായ ഈ ഘോഷയാത്രയിൽ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നത്. കേരളത്തിലെ വിവിധ മുരുകക്ഷേത്രങ്ങളിൽ ഇന്ന് വളരെ വലിയ ആഘോഷങ്ങളുമായിട്ടാണ് ഈ തൈപ്പൂയ ആഘോഷിക്കുന്നത്. വെണ്ടാർ തൈപ്പൂവുമായി ബന്ധപ്പെട്ട കാവടി ഘോഷയാത്രയുടെ ക്ഷേത്രത്തിൽ നിന്നുള്ള വെണ്ടാർ ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള ആരംഭത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ പുത്തൂർ ന്യൂസ് മീഡിയയിലൂടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘോഷയാത്ര നേരെ വെണ്ടാർ മനപ്പുറക്കാവ് ക്ഷേത്ര സന്നിധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്രതം നിന്ന മുഴുവൻ സ്വാമിമാരും വേല് ധരിച്ചതിന് ശേഷം തിരികെ വെണ്ടാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. മുരുകന്റെ ഒരു പൂർണ്ണകായ ചിത്രവുമായി പോകുന്ന ഒരു ഭക്തനെ കാണാൻ കഴിയുന്നു.
വെണ്ടാർ തൈപ്പൂയത്തോടനുബന്ധിച്ച് നടക്കുന്ന കാവടി വേൽകുത്ത് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയുടെ ആരംഭമാണ് ഇപ്പോൾ വെണ്ടാർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും. ഇപ്പോൾ ഈ ഒരു ഘോഷയാത്ര നേരെ വെണ്ടാർ മനക്കരക്കാവ് ക്ഷേത്രത്തിലെത്തും. അവിടെ നിന്നും വേൽ ധരിക്കേണ്ട സ്വാമിമാരൊക്കെ തന്നെ വേൽ ധരിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിനകത്ത് ഏകദേശം 12 മണിക്ക് ശേഷം ആ വെണ്ടാർ മനക്കരക്കാവിൽ നിന്ന് ഈ ഘോഷയാത്ര തിരിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്തായാലും നമ്മുടെ ഒരു തത്സമയ സംപ്രേഷണം ആ ഘോഷയാത്ര തിരിച്ചെത്തുന്ന സമയവുമായി ബന്ധപ്പെട്ട് വീണ്ടും തുടരുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും തൈപ്പൂയ ആശംസകൾ നേരുന്നു. അതോടൊപ്പം അടുത്ത ഒരു ലൈവിന് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു തത്സമയം തുടരുന്നതാണ്.